ഈ പാട്ട് പാടുമ്പോൾ മനസ്സിലേക്ക് വരുന്ന രംഗങ്ങളുണ്ട്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരമ്മയുണ്ട്, കവിയൂർ പൊന്നമ്മ. പൊന്നമ്മ ചേച്ചി ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞ ദിവസം കൂടിയാണ്. ആ വിയോഗ വാർത്തയാണ് ഇന്ന് വൈകുന്നേരത്തോടെ നമ്മളെ തേടിയെത്തിയത്. ഒരുപക്ഷെ മലയാള സിനിമയിലെ അമ്മ മുഖം അല്ലേ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ വരും. പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അമ്മയായി അഭിനയിച്ച ഒരുപാട് സിനിമകൾ, അതിലെ രംഗങ്ങളൊക്കെ ഒരു സാധു സ്ത്രീയായി, അതോടൊപ്പം തന്നെ വളരെ സ്നേഹവാത്സല്യം നിറഞ്ഞ ഒരു അമ്മയായി ഒക്കെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു മുഖമാണ് നടി കവിയൂർ പൊന്നമ്മയുടേത്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത ഇങ്ങനെയാണ്. കൊച്ചി DC ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവർ. 79 വയസ്സായിരുന്നു. 700-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം നാളെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിക്ക് ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നറിയിച്ചിട്ടില്ല. എന്തായാലും പൊതുദർശനത്തിന് ഒരുപാട് പേർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. സിനിമാ ലോകത്തെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ചും ഏതാണ്ട് 60 വർഷത്തെ സിനിമാ ജീവിതമുണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് മാത്രം. 1962 തൊട്ട് 2022 വരെയുള്ള 60 വർഷക്കാലം വളരെ സജീവമായി തന്നെ മലയാള സിനിമയുടെ ഭാഗമായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരുപാട് സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ 20-ാം വയസ്സിൽ ആദ്യമായി സിനിമയിലേക്ക് വന്ന ആ കാലം തൊട്ട് അമ്മ വേഷങ്ങൾ ചെയ്തു എന്നൊരു പ്രത്യേകത, അത് ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒന്നായിരിക്കും. 20-ാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ട നടി കൂടിയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പക്ഷേ അതുപോലെ അത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ പ്രഗത്ഭരായ നടന്മാരുടെ അമ്മയായി അഭിനയിച്ച മറ്റൊരു താരമുണ്ടോ എന്നറിയില്ല, മറ്റൊരു നടിയുണ്ടോ എന്നറിയില്ല. എന്തായാലും അക്കാലം മുതൽ 60 വർഷത്തിലേറെ മലയാള സിനിമയുടെ ഭാഗമായി നിന്നിരുന്ന ഒരാളാണ് കവിയൂർ പൊന്നമ്മ എന്നുള്ളതാണ്. അമ്മയായും മുത്തശ്ശിയായും ഒക്കെ, അല്ലെങ്കിൽ അയൽ വീട്ടിലെ ഒരാളായും ഒക്കെ നമുക്ക് തോന്നുന്ന വളരെ സാധുവായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പാവം അമ്മയുടെ ഇമേജ് തീർച്ചയായും മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ്. പകരം വെക്കാനില്ലാത്ത ഒരു നടിയെയാണ് നഷ്ടമായിരിക്കുന്നത്. യെസ്, മാത്രവുമല്ല പ്രവിത, ഒരുപക്ഷെ നടി എന്ന നിലയിൽ അതിനപ്പുറത്ത് ഒരു മികച്ച കലാകാരിയാണ്. കാരണം ഗായികയായി അറിയപ്പെടാൻ, MS സുബ്ബലക്ഷ്മിയെ പോലെ ഒരു വലിയ ഗായികയായി അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അച്ഛൻ്റെ താല്പര്യപ്രകാരം സംഗീതം അഭ്യസിച്ചു. പിന്നീട് ഗായികയായിട്ടാണ് ആദ്യം കലാരംഗത്തുണ്ടായത്. നാടകത്തിൽ G. ദേവരാജൻ മാസ്റ്ററാണ് കവിയൂർ പൊന്നമ്മയെ നാടകത്തിലേക്ക് വിളിക്കുന്നത്. പക്ഷേ അഭിനയിക്കാനല്ല, പാട്ടുപാടാൻ. ആ നാടകത്തിൽ ഒരു പാട്ടുപാടാനായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ആ നാടകത്തിൽ പാടുന്നു, ഗായികയായി അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങുന്നു. പിന്നീട് ആ നാടകം മുന്നോട്ട് പോകുക, അദ്ദേഹത്തെ നായിക പിന്നീട് ആ നാടകത്തിൽ നിന്ന് ഒഴിവാകുന്നു. ആ സമയത്ത് നായികയ്ക്ക് പകരം ഒരാളെ തേടുമ്പോഴാണ് ആദ്യമായി എന്തുകൊണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് ആ റോൾ ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വരുന്നത്. അന്ന് മുതൽ അഭിനയ രംഗത്ത് വളരെ സജീവമായി ഉണ്ടായ ഒരു പ്രതിഭയെയാണ് നഷ്ടമായിരിക്കുന്നത്. പിന്നീട് മൂലധനത്തിലെ നായികയാവുന്നു. നാടകത്തിൽ നിന്നും പിന്നീട് ശ്രീരാമ പട്ടാഭിഷേകം എന്ന ആദ്യ ചിത്രത്തിലേക്ക് മണ്ടോദരിയുടെ വേഷം ചെയ്ത് കവിയൂർ പൊന്നമ്മ കടന്നു വരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ എണ്ണം പറഞ്ഞ ഒരുപാട് സിനിമകൾ. പ്രവിത, മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില രംഗങ്ങളുണ്ട്, ചില സിനിമകളുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ എത്രയും എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതുപോലെ കിരീടം തന്നെയാണ്. അതിലെ സേതുമാധവൻ എന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം, അവരുടെ കഥാപാത്രത്തിന് അമ്മയായിട്ടുള്ള വേഷം, അതിൽ മോനെ എന്ന് വിളിക്കുന്ന ഓരോ രംഗങ്ങളും അത് ഒരു അമ്മ, നമ്മുടെ അമ്മ വിളിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. അത് തോന്നുന്നതാണ്. ഇപ്പോഴും നമുക്ക് ആ സിനിമ കാണുമ്പോൾ ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, പറയാൻ പറ്റാത്തത്ര കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചതിന് ശേഷം. എന്തായാലും കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപാട് സിനിമാ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുണ്ടായ ഒരു നടിയാണ് നഷ്ടമാവുന്നത്. അവരുടെ ജീവിതത്തിലേക്കൊക്കെ നമുക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ആ വാർത്തകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്കും ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ മോഹൻലാൽ മാത്രമല്ല, മമ്മൂട്ടി, തനിയാവർത്തനം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ചിത്രമല്ല. തനിയാവർത്തനത്തിൽ മമ്മൂട്ടിക്ക് ചോറിൽ വിഷം ഒഴിച്ച് അത് മകനെ ഊട്ടുന്ന ഒരു രംഗമുണ്ട്. കവിയൂർ പൊന്നമ്മ മമ്മൂട്ടിയുടെ അമ്മയെ അഭിനയിച്ച ചിത്രമാണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. അതൊക്കെ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. നമ്മുടെ പ്രേക്ഷകരും അവർ ഈ വിഷമം, അവരുടെ ദുഃഖം അതൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. നിരവധി ഹൃദയസ്പർശിയായ അഭിനയ മുഹൂർത്തങ്ങൾ നൽകി മലയാളത്തിൻ്റെ പൊന്നമ്മയും യാത്രയായി ധന്യമായ ഒരു ജീവിതം എന്ന് ആമിൽ മുഹമ്മദ് സ്മരിക്കുന്നുണ്ട് കവിയൂർ പൊന്നമ്മയെ. അതുപോലെ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നുണ്ട്. നമ്മളിന്ന് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടിയത് തുടക്കത്തിൽ. അപ്പോൾ അതേക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ആ ഒരു കവിയൂർ പൊന്നമ്മയോടുള്ള സ്നേഹം കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും, അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ കവിയൂർ പൊന്നമ്മയെ എങ്ങനെ സ്മരിക്കുന്നു, അതൊക്കെ നിങ്ങൾ കുറിക്കും, നമ്മൾ വായിക്കാം.
അപ്പോൾ പ്രേക്ഷകർക്ക് നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താനുള്ള അവസരം കൂടിയുണ്ട്. ദാ ഈ QR കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ 24ൻ്റെ സ്ക്രീനിലേക്ക് എത്താം. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതെല്ലാം നേരിട്ട് നമ്മളെ അറിയിക്കാനുള്ള അവസരമാണിത്. പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങാം. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും പോവുക. അവിടെ 24ൻ്റെ പേജിൽ ഇതേ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, വീഡിയോ കോൾ ചെയ്ത് നമ്മളെ വിളിക്കാവുന്നതാണ്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാമല്ലേ പ്രജൻ? തീർച്ചയായിട്ടും. ലോകത്തെ നടുക്കിയ പേജർ സ്ഫോടനങ്ങളിൽ മലയാളി ബന്ധം തള്ളി ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി. നോർവീജിയൻ പൗരനായ വയനാട് സ്വദേശി റിൻസൺ ജോസിന്റെ കമ്പനികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത റിൻസന്റെ കമ്പനി നിയമലംഘനം നടത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ റിൻസനെ ബന്ധപ്പെടാൻ കഴിയാത്തതും സംശയങ്ങൾ ഉയർത്തിയിരുന്നു. 10 വർഷം മുമ്പ് വയനാട് മാനന്തവാടിയിൽ നിന്ന് പഠനത്തിനായി പോയ റിൻസൺ ജോസ് വടക്കൻ യൂറോപ്പിലെ നോർവേയിൽ പൗരത്വം നേടി. നോർവേ തലസ്ഥാനം ഓസ്ലോയിലാണ് ജോലിയും താമസവും. എന്നാൽ തെക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിൽ റിൻസൺ ജോസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത 2 കമ്പനികളാണ് ആഗോളതലത്തിൽ സംശയനിഴലിലായത്. ലബനനിലെ പേജർ സ്ഫോടനങ്ങളിൽ യൂറോപ്യൻ ഏജൻസികളുടെ അന്വേഷണ വലയത്തിലാണ് നോർട്ട ഗ്ലോബൽ, നോട്ട ലിങ്ക് എന്നീ റിൻസന്റെ 2 കമ്പനികളെന്ന് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംശയങ്ങൾക്ക് തുടക്കം. പേജർ വാങ്ങാനുള്ള കരാറിൽ റിൻസന്റെ കമ്പനിയായ നോട്ട ഗ്ലോബൽ 15 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും വിവരങ്ങൾ പുറത്തുവന്നു. ഇസ്രയേൽ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ള ഹംഗേറിയൻ കമ്പനിയുമായാണ് റിൻസന്റെ കമ്പനിയുടെ ഇടപാടെന്ന റിപ്പോർട്ടുകളും ദുരൂഹതകളേറ്റി. ആഗോളതലത്തിൽ ഇത് വലിയ ചർച്ചയായതോടെയാണ് ബൾഗേറിയയുടെ വിശദീകരണം. നിയമലംഘനം നടന്നിട്ടില്ലെന്നും രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള പണമിടപാടാണ് നടന്നതെന്നും ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി വ്യക്തമാക്കിയതോടെ ആ ദുരൂഹതകൾക്ക് താൽക്കാലിക വിരാമം. സ്ഫോടനം നടന്ന ദിവസം മുതൽ റിൻസണെ ബന്ധപ്പെടാൻ മാനന്തവാടിയിലെ ബന്ധുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. 10 വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയൂ. ഒരു 2-3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പോലെ സംസാരിച്ചു. റിൻസന്റെ സ്ഥാപനങ്ങളെക്കുറിച്ച് നോർവേയിലെ സുഹൃത്തുക്കൾക്കും വ്യക്തതയില്ല. ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. നമ്മളറിയാവുന്ന റിൻസൺ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് പെടുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കമ്പനി റിൻസൺ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതല്ലാണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വലിയ പരിചയമില്ല. റിൻസൺ ആസ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയല്ലോ, ഞങ്ങൾ ഇവിടെ വളരെ കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. ഞങ്ങൾ പരിചയക്കാരാണ്. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഓസ്ലോയിലെ അയൽക്കാർക്കും റിൻസണെ അടുത്തു പരിചയമില്ല. സ്ഫോടനങ്ങൾക്കു പിന്നാലെ നോട്ട ഗ്ലോബൽ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അപ്രത്യക്ഷമായി. നോർവേയിലെ DN മീഡിയ എന്ന സ്ഥാപനത്തിലാണ് റിൻസൺ നിലവിൽ ജോലി ചെയ്യുന്നത്. റിൻസൺ അമേരിക്കയിലേക്ക് പോയെന്നാണ് സ്ഥാപനത്തിന്റെ CEO റോയിട്ടർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ റിൻസന്റെ വീട്ടിലെത്തി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത് കൊല്ലത്ത് നിന്നാണ്. മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം സ്വദേശി അരുണാണ് മരിച്ചത്. ശരവണനഗർ വീട്ടിൽ പ്രസാദ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. അരുൺരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊല്ലത്തുനിന്നും. അരുൺരാജ്, എന്താണ് ഉണ്ടായത്? ഈ മകളുടെ ആൺ സുഹൃത്തിനെയാണ് ഈ പ്രസാദ് എന്ന് പറയുന്നയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. അത് ആസൂത്രിതമായിരുന്നോ? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, പ്രവിത, കൊല്ലം ഇരവിപുരം കരിവയിൽ തോട്ടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ എന്ന 19-കാരനെയാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഇരവിപുരം വടക്കുംഭാഗം സ്വദേശി പ്രസാദാണ് ഈ അരുണിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസിന് മുമ്പിൽ ഈ പ്രസാദ് കീഴടങ്ങുകയായിരുന്നു. അരുൺ പ്രസാദിന്റെ മകളെ പലപ്പോഴായി ശല്യം ചെയ്തു. അരുണിന്റെ ശല്യം സഹിക്കവയ്യാതെ മകളെ പ്രസാദ് മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രസാദിന്റെ മകൾ ഇരവിപുരത്ത് എത്തുകയും അരുണ് ഇത് സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തി പ്രസാദിന്റെ മകളെ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദന ദൃശ്യം മൊബൈൽ പകർത്തുകയും പ്രസാദിന് അയച്ചു നൽകുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രസാദാണ് ഇന്ന് അരുണിനെ തന്ത്രപൂർവ്വം ബന്ധുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് മർദ്ദനത്തിൽ ഉണ്ടാവുകയായിരുന്നു. ഈ മർദ്ദനമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രസാദിന്റെ ഭാര്യ വിദേശത്താണ്. മകളെ പ്രസാദാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധു വീട്ടിലേക്ക് മകളെ മാറ്റുകയും ചെയ്യുന്നത്. തന്റെ മകൾക്ക് മർദ്ദനമേറ്റതും ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതും ഈ അരുൺ തന്നെ ഈ ദൃശ്യങ്ങൾ തനിക്ക് അയച്ചു തന്നതിലുമാണ് വൈരാഗ്യത്തെ തുടർന്നാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പ്രസാദ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ശരി.
ആർ അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ക്ഷമിക്കണം, കൊല്ലത്ത്. മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് ഇനി. AK ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ NCPയിൽ ധാരണയായി എന്ന വാർത്ത വന്ന ദിവസമാണെന്ന്. പ്രഖ്യാപനം പിന്നീട് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ നടത്തും. മുന്നണിയിൽ നിന്ന് സഹകരണം ഇല്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കണമെന്ന് PC ചാക്കോ പവാറിനോട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. മന്ത്രിമാറ്റം ചർച്ചയായില്ലെന്നും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണെന്നുമാണ് AK ശശീന്ദ്രൻ 24നോട് പ്രതികരിച്ചത്. അതേസമയം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുവെന്ന് തോമസ് കെ തോമസും പ്രതികരിച്ചു. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ 2 മണിക്കൂർ നേരമാണ് AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും PC ചാക്കോയെയും ശരത് പവാർ കേട്ടത്. മന്ത്രിമാറ്റം എന്ന നിലപാടിൽ PC ചാക്കോയും തോമസ് കെ തോമസും ഉറച്ചുനിന്നു. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു AK ശശീന്ദ്രന്റെ പ്രതിരോധം. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ മുന്നണിക്കുള്ളിൽ പിന്തുണയില്ലെന്ന വാദവുമുയർത്തി. സഹകരണമില്ലെങ്കിൽ മുന്നണിയിൽ തുടരുന്ന കാര്യത്തിലടക്കം കടുത്ത തീരുമാനമെടുക്കുമെന്ന് PC ചാക്കോ സ്വരം കടുപ്പിച്ചു. ഇരുപക്ഷത്തെയും കേട്ട് തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് शरद पवार. So no controversy in Kerala. हमने इधर आया, पवार साहब को केरला का सिचुएशन ब्रीफ करने के लिए आया. हमने लेफ्ट फ्रंट गवर्नमेंट के फंक्शनिंग के बारे में, हमारा पार्टिसिपेशन वो गवर्नमेंट में, उसके बारे में हमने ब्रीफ किया. So जो निर्णय लेना वो लेंगे. മന്ത്രിമാറ്റം ചർച്ചയായില്ലെന്നും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷനെടുക്കും. തീരുമാനം വരും വരെ ആരും മാറുന്നില്ലെന്നും ആരും ചേരുന്നില്ലെന്നും AK ശശീന്ദ്രൻ 24നോട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം ആലോചിച്ചിട്ട് അദ്ദേഹം ഒരു ഉത്തരം പറയും. അതുവരെ ഇപ്പൊ ആരും മാറുന്നില്ല, ആരും ചേരുന്നുമില്ല. പുറത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവന അനുസരിച്ചാണ്. ഇപ്പൊ ഞങ്ങൾ മൂന്നാളും പലതരത്തിലുള്ള പത്രക്കാർ വിളിച്ചു നോക്കിയപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. എല്ലാ കാര്യങ്ങളും ചർച്ചയായെന്ന് പറഞ്ഞ തോമസ് കെ തോമസ് ഉചിതമായ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എടുക്കുമെന്ന് വ്യക്തമാക്കി. ഒരു തീരുമാനമായിട്ടില്ല. പവാർജിയെ കണ്ടു. ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഞാനും AK ശശീന്ദ്രൻ മന്ത്രിയും PC ചാക്കോ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ടായിരുന്നു. പവാർജിയോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ഉചിതമായ ഒരു തീരുമാനം എടുക്കും. മന്ത്രിമാറ്റത്തിന് അനുകൂലമെങ്കിലും അത് പാർട്ടിക്കുണ്ടാക്കുന്ന ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് പവാർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പിന്തുണ ഉറപ്പായാൽ അതിവേഗ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ഒരുപാട് പേർ ഇപ്പോഴും കവിയൂർ പൊന്നമ്മയുടെ ആ വിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പസമയം മുൻപ് ഫേസ്ബുക്കിൽ മോഹൻലാൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്കും മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചു എന്നതായിരുന്നു. പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് ആ ഓർമ്മകളെല്ലാം പങ്കുവെക്കുന്നുണ്ട് നടൻ മോഹൻലാൽ ഫേസ്ബുക്കിൽ. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷിരൂരിലേക്കാണ്. അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുന്നതിനായി ദൗത്യ മേഖലയിലേക്ക് ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ മണ്ണ് നീക്കം ചെയ്ത് തിരച്ചിൽ ആരംഭിക്കും. അവസാന ശ്രമമാണ് ഇത് എന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ എന്ന് വ്യക്തമാക്കി. We have initially 3 days we are doing only the points which he had given by Navy and your Indrabalan, whoever they have given the particular points, and our person from Udupi also, he also told the same thing. That we will, our SP and DC has taken the decision. First we will try 3 days on that. Thereafter we will continue it. അരുൺ പൂപ്പറമ്പയുണ്ട് ഷിരൂരിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൽ നമുക്ക് ഏതൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്? അത് ആ ദൗത്യ മേഖലയിൽ മാത്രമായി തന്നെയാണോ തിരച്ചിൽ ഉണ്ടാവുക? മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പ്രാഥമിക തെരച്ചിൽ മാത്രമാണ് ഇന്ന് നടന്നത്. നേരത്തെ ഇന്ന് തെരച്ചിൽ ഉണ്ടാവില്ല എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനമുയർന്നു. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആ ഡ്രഡ്ജറിൻ്റെ ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ച് അവർ സജ്ജമായി കാത്തിരുന്നിട്ടും ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്താൻ വൈകുകയും വൈകിട്ടോടെ മാത്രമാണ് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ എത്തി അവർക്ക് ഈ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനമുയർന്നു. ഇതിൻ്റെ ഭാഗമായി പിന്നീട് ജില്ലാ കളക്ടർ ഇന്ന് തന്നെ ഈ സ്പോട്ടിലെത്തിച്ച്
പ്രാഥമിക തെരച്ചിൽ ആരംഭിക്കണമെന്ന നിർദ്ദേശം ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാഥമിക തെരച്ചിൽ ഇന്ന് നടത്തിയത്. നാളെ വിശദമായിട്ടുള്ള തെരച്ചിലുണ്ടാകും. അതായത് പ്രധാനമായും നേരത്തെ നാവികസേനയും അതോടൊപ്പം തന്നെ ഡ്രോൺ റഡാർ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ള ചില സ്പോട്ടുകളുണ്ട്. അവിടുത്തെ പുഴക്കടിത്തട്ടിലുള്ള മണ്ണുകളായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. ഇന്ന് പ്രാഥമികമായിട്ടുള്ള തെരച്ചിലിലും നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ഈ 30 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്താണ് ഇന്ന് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് എടുത്ത് അത്തരത്തിൽ 45 മിനിറ്റ് നീണ്ടുനിന്ന പ്രാഥമിക തെരച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 8 മണി മുതൽ തന്നെ തെരച്ചിൽ നടക്കും എന്നതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിനെ ഈ ദൗത്യ സംഘം ഉൾപ്പെടെ കാണുന്നത്. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ കാണുന്നത്. അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ ഷിരൂരിലേക്ക് വരുന്നു എന്ന വിവരവും എന്തായാലും പുറത്തു വരുന്നുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ തെരച്ചിൽ ആരംഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാവികസേന ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ അടിത്തട്ടിലുള്ള മണ്ണും കല്ലുകളുമായിരിക്കും നീക്കം ചെയ്യുക. അത് നീക്കം ചെയ്താൽ നമ്മൾ നേരത്തെ തന്നെ അതായത് 2 മാസമായി അർജുൻ ഉൾപ്പെടെ ഈ കാണാതായ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ എല്ലാ പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടരും എന്നാണ് അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണ് വെയിറ്റ് ചെയ്യുന്നത്. വിഷ്ണു എവിടെ? ഹരിപ്പാട് എന്നാണ് വിഷ്ണു നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. ഹലോ, ഹായ്, നമസ്കാരം വിഷ്ണു. സുഖമായിരിക്കുന്നോ? ഹരിപ്പാട് എന്തുണ്ട് വിശേഷം? ഹരിപ്പാട് സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്. ജിന്നിന്റെ ഊതെന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഇപ്പൊ ഒരാഴ്ചയായി ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1,25,000 പേരോളം ഇപ്പൊ ഒരു 2-3 ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ എന്തായാലും നല്ല രീതിയിൽ ആ ഷോർട്ട് ഫിലിം അത് ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ അതിന്റെ അർത്ഥം, അല്ലേ? തീർച്ചയായും അതൊരു ഫാന്റസി പ്രോജക്റ്റ് ആണ്. ശരിക്കും നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ അത് എത്രത്തോളം ആളുകളിലേക്ക് സ്വീകാര്യതയാകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെയാണ്. നെലീസ് ജിയും കല്യാൺ ഖന്ന അങ്ങനെ കുറെ ഒരു 3-4 പേരോളം അടങ്ങുന്ന ഒരു ചെറിയ പ്രോജക്റ്റ് ആണ്. ഒരു മിസ്റ്ററി ഫാന്റസി ത്രില്ലർ ആണ്. അപ്പൊ സിനിമ തന്നെയാണ് ആഗ്രഹം. ഇത്രയും നാളെ സിനിമ തന്നെയായിരുന്നോ മേഖല? നമ്മുടെ ഷോ കാണാറുണ്ടോ? ആദ്യമായിട്ടാണോ കാണുന്നതല്ല? 24 കാണാറുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് സത്യത്തിൽ ഞങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ കാണുന്ന ഒരേ ഒരു ചാനൽ ന്യൂസ് ചാനൽ 24 ആണ്. അപ്പൊ നേരത്തെ തൊട്ടേ ഞാൻ ഈ പ്രോഗ്രാമില് ഈ ഒരു ഷോയിലെ ഈ പ്രോഗ്രാം ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഈ ഒരു പ്രോജക്റ്റ് റിലീസ് ആയതിനു ശേഷം ജോയിൻ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത്. അപ്പൊ ഇന്നിപ്പോ ഇത്ര ഒരു സന്തോഷം, ഈ ഒരു സന്തോഷത്തില് 24 ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണു വിളിച്ചതിന്. എന്തായാലും ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിനെല്ലാം തന്നെ എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. വിഷ്ണു ആണ് ഹരിപ്പാട് നിന്ന് ഇപ്പോൾ ചേർന്നത്. വിഷ്ണുവിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരുപാട് വാർത്തകൾ ഇനിയുണ്ട്. ചില വിശേഷങ്ങൾ നമുക്കും പങ്കുവെക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചുവരാം. ബ്രേക്ക്. ഈ കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഉരുക്കുമരുതിയുടെ വിശേഷങ്ങളിലേക്കാണ്. പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് പെരുമണ്ണ സ്വദേശിനി ഫാത്തിമ ഇസാ മുഹമ്മദിന്റെ ജീവിതം. പ്രതിസന്ധികളെ തരണം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുകയാണ് ജിം ട്രെയിനറും ഫിറ്റ്നസ് മോഡലുമായ ഈ 37-കാരി. ഫാത്തിമയുടെ അതിജീവനത്തിന്റെ കഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സമീർ സി മുഹമ്മദ്. പുച്ഛിച്ചവരും എഴുതിത്തള്ളിയവരും നമ്മെ അംഗീകരിക്കുന്ന ഒരു നാൾ വരുമെന്ന് സ്വപ്നം കാണാത്തവരായി ആരുണ്ട്? സ്വപ്നം കണ്ടാൽ പോരാ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമവും വേണം. അത്തരത്തിൽ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ജീവിതം വരുതിയിലാക്കുകയാണ് ഫാത്തിമ. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിത്തുടങ്ങിയിടത്തുനിന്ന് അതല്ല തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ അതിജീവനത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ നാളുകൾ. വിവാഹത്തോടെ തകിടം മറിഞ്ഞ ജീവിതത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഫാത്തിമയിലെത്തിയതിനു പിന്നിൽ നീണ്ട കഥയുണ്ട്. കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, ട്രെയിനർ ആവണമെന്നൊക്കെ. ഒരു ഘട്ടത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് മാറുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു. വർക്കൗട്ട് ചെയ്ത് ഒന്ന് ബോഡി സെറ്റാക്കണം, മസിൽസ് വേണം, 6 പാക്ക് വേണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ആദ്യം. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഹൈദരാബാദിലോട്ട് പോയി. അവിടെ മുതലാണ് ആളെ സ്വഭാവം മാറാൻ തുടങ്ങിയത്. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, ഇയാൾ
അനങ്ങിയ അടിക്കുക അങ്ങനെയായിരുന്നു. അതുപോലെ ഈ അടുപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് അതിൻ്റെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറ്റേ ദോശ ചുടുന്ന കല്ലുണ്ടല്ലോ, അതുകൊണ്ട് പുറത്തടിക്കുക. 5 വർഷമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫാത്തിമ ഇസ മുഹമ്മദിന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ മുറിപ്പാടുകളുണ്ട്. നീ നല്ല ഡ്രസ്സ് ഇട്ടോ, കമ്മലിട്ടോ, മാലയിട്ടോ, എൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യമായിട്ടാണല്ലോ അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിൽ ഞാൻ അതൊക്കെ അണിഞ്ഞൊരുങ്ങി കണ്ണൊക്കെ എഴുതി പോയി ഇങ്ങനെ നേരെ കൊണ്ടുപോയത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ പോയപ്പം അവിടെ ഇങ്ങനെ ബോസ് ഉണ്ട്, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തോ ഹിന്ദിയിൽ കപ്പടെ ക്യൂ എന്തോ പറഞ്ഞിട്ട്, അന്ന് കറക്റ്റ് ഹിന്ദി അറിയില്ല. അപ്പം എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചപ്പോൾ ഞാൻ ഡോർ തുറന്നപ്പോണ്ട് ഇങ്ങനെ ഡോറിൻ്റെ പുറത്ത് സിഗരറ്റ് വലിച്ചു നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ഇതിന് വേണ്ടി കൊണ്ടുവന്നാന്നുള്ളത്. അങ്ങനെ അവിടുന്ന് പോന്ന്. ഇറാൻ സ്വദേശിയായ പിതാവ് ഇസ മുഹമ്മദ് ഇസ്മായിലിന് ഇഷ്ടമല്ലെങ്കിലും മാതാവ് സുബൈദ പൂർണ്ണ പിന്തുണ നൽകി. 16-കാരിയുടെ മാതാവ് കൂടിയാണ് ഈ 37-കാരി. കുട്ടി വയറ്റിൽ 8 മാസമുള്ളപ്പോൾ വരെ ഇതന്നെയായിരുന്നു പരിപാടി. മുഖത്ത് ഇങ്ങനെ അടിക്കും ഫുള്ളായിട്ട്, എന്നിട്ട് ചോറൊക്കെ വരുന്നു, മുഖത്തൊക്കെ ചോറൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ മദ്രാസ് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് കഴിച്ചിലാവുന്നത്. പിന്നെയാണ് ഈ പണ്ടത്തെ ആഗ്രഹം പൊടി തട്ടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജിമ്മിലേക്ക് വരുന്നു, ബോഡി മാറുന്നു, എൻ്റെ പണ്ടത്തെ ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് എൻ്റെ സ്വപ്നം പുറത്തേക്ക് വന്നു. അതിനായിട്ട് ഞാൻ പ്രയത്നിച്ചു. ഫാത്തിമ മികച്ച ട്രെയിനറും ഫിറ്റ്നസ് മോഡലുമായതിനു പിന്നിൽ PP സിറാജുദ്ദീൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പങ്ക് ചെറുതല്ല. എപ്പോഴും വുമൻസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരും തിരിച്ചു വന്നതായിട്ട് നമ്മളൊന്നും അറിയില്ല. എല്ലാം ഒരു നെഗറ്റീവ് സ്റ്റോറീസാണ് കേൾക്കൽ. ഫാത്തിമക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച്. വുമൺ ഫിസിക്കിൽ കഴിഞ്ഞ 2 വർഷവും മിസ് കാലിക്കറ്റായ ഫാത്തിമ പുതിയ നേട്ടങ്ങൾക്കുള്ള പരിശ്രമത്തിലാണ്. ഫാത്തിമ സിമ്പിളാണ്, പവർഫുള്ളും. തിരിച്ചടികളെ മനക്കരുത്തോടെ നേരിടണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഉരുക്കു വനിത. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനും ആശിഷിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ ഫാത്തിമയുടെ ആ അതിജീവന കഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.